അമ്മ ഇന്നത്തെ ഫുൾ ഔട്ടിംഗ് സ്പോൺസർഡ് ബൈ വിമല ശങ്കർ. കേട്ടല്ലോ, ഞങ്ങൾ 3 പേരുടെ ഇടയിൽ ഇപ്പൊ ഏറ്റവും പൈസക്കാരി അമ്മയാ. അപ്പൊ അതുകൊണ്ട് ചെലവ് 10 അമ്മയുടെ എടുക്കുക. ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആൾ ഇതാണ് കേട്ടാ. അത് രഞ്ജോണനും പറയും. അതെ, എന്റെ ചേട്ടനുണ്ട്, ഒരു പാവോ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ ഇന്ന് ചേച്ചി ഒരു വീക്കെൻഡ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഓൺലി 1 നൈറ്റ് ദി സ്റ്റേ 2 നൈറ്റ്സ് 2 നൈറ്റ്സ് സ്റ്റേ ചെയ്യുന്നത്. സോ ഇന്ന് പോവും. സോ അതിന് മുമ്പ് നമുക്ക് ഒരു ഔട്ടിങ് പോകാമെന്ന് വിചാരിച്ചു. എനിക്കൊന്ന് വർഷത്തിൽ ഒരു 2-3 തവണ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗെറ്റ് ടുഗെദർ ടൈം കിട്ടാറുള്ളൂ. കാരണം ചേച്ചിക്ക് ഹോളിഡേയ്സ് വരുമ്പോൾ ഞങ്ങൾ എവിടെ വേദന അവധിയായിരിക്കുമല്ലോ, അപ്പോൾ നമ്മൾ ട്രാവലിംഗ് ആയിരിക്കും. സോ ഭാഗ്യത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂവ്മെൻറ്റ്സ് കിട്ടുമ്പോൾ വി ട്രൈ ടു മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. സോ ഇന്ന് നമ്മളെല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ പോവാണ്. സോ ഒരു ഫാമിലി ഔട്ടിംഗ് വ്ളോഗ് ആയിരിക്കും ഇന്നത്തെ വിശേഷങ്ങൾ. കാരണം സൺഡേ ഒന്നും നേരത്തെ എഴുന്നേക്കാത്ത ആള് ഇന്ന് സിസ്റ്റർ വന്നപ്പോൾ അത് ഹുഡിയൊക്കെ ഇട്ട് ഫുൾ റെഡിയായി ഫുൾ സ്റ്റൈലിലിരിക്കുവാണ്. എന്തൊരു സന്തോഷമാണ് സിസ്റ്ററിനെ കിട്ടപ്പോൾ. VR കേറ്റണ്ടേ? നിരഞ്ജന കയറുവോ ചോദിക്കണം കേട്ടാ. പേടിയാണെങ്കിൽ ഏത് കൈ പിടിച്ചിരുന്നാ മതി. അല്ല, മറ്റേ റൈഡല്ലേ VR-ന്റെ. ഓക്കെ, എന്താ ഒരു കള്ളത്തരം മുഖത്ത്. അമ്മ ഇന്നത്തെ ഫുൾ ഔട്ടിംഗ് സ്പോൺസർഡ് ബൈ വിമല ശങ്കർ. കേട്ടല്ലോ, ഞങ്ങൾ 3 പേരുടെ ഇടയിൽ ഇപ്പൊ ഏറ്റവും പൈസക്കാരി അമ്മയാ. അപ്പൊ അതുകൊണ്ട് ചെലവ് 10 അമ്മയുടെ എടുക്കുക. കേട്ടല്ലോ, അതായിക്കോട്ടെ, ഞങ്ങളിപ്പോ പൈസക്കാരായല്ലോ. ഞങ്ങള് പൈസക്കാരായല്ലോ, ഞാനും തന്നെയൊക്കെ ആയി. പക്ഷെ അതിനും കാട്ടി പൈസക്കാരി അമ്മയാണ്. അപ്പൊ അമ്മയുടെ വകയായിരിക്കും ഇന്നത്തെ കംപ്ലീറ്റ് ചെലവ്. അവിടെ ചെന്ന് എന്റെ ഇവിടെ ഇതില് കാർഡ് കയറിയാന്ന് ചോദിക്കരുത്. ഓർഡറിംഗ് ഒക്കെ ചെറിയ ഫുഡല്ല, അത് എത്ര പേരെ വരാനാ? നിധിയ കൂടെ വരുന്നേ. അവിടെ മറ്റേ സൺഗ്ലാസ്, അത് കുഴപ്പമില്ല, ഗൂഗിൾ പേ ഉണ്ടല്ലോ. അത് മറന്നുപോയി. നിധിയാണ് കൂടെ. 1 മണിക്കൂർ ഇറങ്ങാൻ പറഞ്ഞിട്ട് 10 മണിക്ക് ഇറങ്ങാം, അല്ല 11 മണിക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു. 11:30 ആയി. ഒരുങ്ങല ഫുൾ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. പിന്നെ ധന്യ ഉള്ളതുകൊണ്ട് ഭയങ്കര ബഡ്ജറ്റ് ആയിരിക്കും. അവളാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. എന്താ കണ്ടാ, ചെറിയ ആഗ്രഹമൊന്നും അല്ല. ഇന്ന് അമ്മേനെ റെഡി ആക്കും ഞങ്ങള് കേട്ടാ. അതെ, അമ്മയുടെ മറ്റേ എല്ലാരും മറ്റേ പൊക്കിക്കൊണ്ട് വരാം. ശബരിമലയിൽ പൊക്കിക്കൊണ്ട് പോവില്ലേ, അതുപോലെ. അത് തന്നെ, എല്ലാരും ഉണ്ട്. അതൊക്കെ ഉണ്ട്. പൊക്കാനൊക്കെ ഞങ്ങൾ ഏറ്റു. ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആൾ ഇതാണ് കേട്ടാ. അത് രഞ്ജോണനും പറയും. അതെ, എന്റെ ചേട്ടനുണ്ട്, ഒരു പാവോ. ഒരു നിക്കർ കൊടുത്തതിന് 1 വർഷം നിൽക്കും. സ്പെൻഡ് ചെയ്യുന്ന ആളിതാ. അതെ, അതിനും വേണ്ടി റോളക്സ് ഒന്നും അല്ല ഇത്. എന്റെ എക്സ്പയർ ആയിട്ടാ. ആദ്യമേ തന്നെ VR. ഓക്കെ, നിരഞ്ജനെ കയറ്റണം കേട്ടോ. വേദോ ഇരുന്നോ നിരഞ്ജന. മാസ്ക് ഞാൻ പറയാം, അവരോട് തരാൻ പറയാം. പോയി ഇങ്ങോട്ട്. പിന്നെ പിടിച്ചായിരിക്കണോ 2 പേരും? ചുമ്മാ വേദൊരു പേടിയുണ്ടെന്നൊക്കെ കാണിക്കാനാ. എനിക്കിതൊക്കെ ഭയങ്കര പേടിയായിരുന്നു പണ്ട്. പിന്നെ ഞങ്ങള് ചെന്നൈ പോയപ്പോ ആദ്യമേ കയറ്റി. അന്ന് കരഞ്ഞു ആദ്യമേ. അതേണ്ടി ഇപ്പൊ റെഡിയായി. കഴിഞ്ഞാ പേടിച്ചു പോയി 2 പേരും. പയ്യെ കളിക്കണം കേട്ടാ, കൈ അടി പോവരുത്. കൈ വെച്ച് പിടിക്കരുത് ചേട്ടാ നിരഞ്ജന, കൈ പോവും. ഇത് വെച്ച് മാത്രം തൊട്ടാ മതി. മറ്റേ കൈ ബാക്കി വെക്ക്. ഫൈറ്റ് ചെയ്യാതെ കളിക്കോ കേട്ടല്ലോ. 1 അവർ കഴിഞ്ഞ അപ്പൊ വരും കേട്ടാ. എന്നാ 2 അവർ. ഞാൻ വെള്ളം കൊണ്ടുവന്ന് തരാം. നിധി അപ്പുറത്ത് ഗസ്സിന്റെ ഒക്കെ ഷോറൂം ഉണ്ട്, അമ്മൂമ്മ വാങ്ങി തരുന്നത്. പോ അങ്ങോട്ട്, മാക്സിൽ നിന്ന് കറങ്ങാതെ വാ.
അതെ, അടുത്തത് H&Mലാണ്. ഇവിടെ നിന്നാണ് ഞാനും വേദവും എല്ലാവർക്കും വാങ്ങിത്തരാൻ പോകുന്ന അമ്മ. എന്താ ഞങ്ങക്ക് ഡ്രസ്സൊക്കെ കുറവാ ഈയിടെ ആയിട്ട്. നിന്റെ 4 ഷോപ്പില് ഡ്രസ് ഉണ്ട്. ഞാൻ വന്ന് എല്ലാം കൂടെ എടുത്തോണ്ട് ആ കാണിക്കും. ഞാൻ ഇപ്പൊ എല്ലാം ക്ലീൻ ചെയ്തല്ലേ ഉള്ളൂ. എനിക്കറിയാം, ഞാനും കൂടെ അല്ലേ മടക്കി. ഇതെങ്ങനെ ഉണ്ടാവാ വേദുവിന്? അല്ല അല്ല വലുതായിരിക്കുമോ? ഇത് നല്ലതല്ല, നല്ല മെറ്റീരിയലുമാ. അവര് കളിച്ചു കഴിഞ്ഞു, നമ്മൾ വിളിച്ചോണ്ട് വരാം. ടോപ്പ് ഇഷ്ടം മാതിരി ഉണ്ട്. നല്ല ഒരെണ്ണമുള്ളൂ. എന്തേ എടുത്തോ ഫുള്ളാക്ക്, ബാഗ് ഫുള്ളാക്ക്. ഇല്ലേ? എന്നാ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇവിടെ എന്തോരം സ്ഥലമുണ്ട്. നമുക്ക് പോയി ഷെഫ് പിള്ളയിൽ പോയി ഫിഷ് ഫ്രൈ കഴിക്കാം. എല്ലാവർക്കും മെക്ഡോണൾഡ്സ് മതിയാ? അതെന്താ ഇത്രയും വലിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് എനിക്ക് മെക്ഡോണൾഡ്സ്? നിരഞ്ജനക്കാ പിസ്സ വേണോ? വേണ്ട, എല്ലാരും ഇത് തന്നെ. ഗൾഫുകാരുടെ പ്രശ്നം ഇത്. അവിടെ ഓർഡർ ചെയ്യാം. ഓക്കെ, എല്ലാ അൺഹെൽത്തി പിള്ളേരാണ് കേട്ടാ, ഇൻക്ലൂഡിങ് മീ. നോക്ക്, സാലഡ് മൊത്തം താഴെ, ബർഗർ മാത്രം ആയില്ലേ. ആ എന്താ എന്റെ അൺഹെൽത്തി സാധനം കാണിക്കാൻ പറഞ്ഞതാ ഇത്. ഇനി തൊട്ട് അടുത്തവണ വരുമ്പോ ഇതും കഴിച്ചോണം. ആ ഷോപ്പിംഗ് ചെറുതായി പോയി കേട്ടോ അമ്മ, പോരായിരുന്നു. ഒരു പവർ ഇല്ലായിരുന്നു ഷോപ്പിങ്ങിന്. ഞാനല്ല ഉത്തരവാദി, ദേ നിൽക്കുന്നു ഉത്തരവാദി. ഓ പിന്നെ അടുത്ത മാസം അതിന്റെ ആണോ? ഇപ്പോഴും ഓർമ്മ പറയാലോ. അതെ, നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ ഈ അറീട്ടോ ബ്രാൻഡ്. ഇത് കുട്ടികളുടെ ഷൂസ് ആണ്, കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, റഫ് ആൻഡ് ടഫ് ആയിട്ട് ഉപയോഗിക്കാം. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് കുട്ടികളുടെ ഷൂസ് കാലിനനുസരിച്ച് ഇത് വളരാവും. സോ ഏകദേശം ഇപ്പോൾ 7 സൈസ് ആണെങ്കിൽ 8 or 9 വരെയോ വലുതാവും. ആൻഡ് ഇത് ഈസ് ആക്ച്വലി ക്വൈറ്റ് പോപ്പുലർ, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. സോ ബ്രാൻഡ് കോൺഷ്യസ് അല്ലാത്തവർക്ക് ഇത് ബ്രീത്തബിൾ ആണ്, സോക്സ് ഇല്ലാതെ ഇടാം, വാഷിംഗ് മെഷീനിൽ നനയ്ക്കാം. റഫാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നത്, ലൈക്ക് ഹാർഡ് യൂസിന് പറ്റും. സോ ഒരു എസ്തെറ്റിക് ആണോ നോക്കിയല്ല, പക്ഷേ എനിക്കൊന്ന് കുട്ടികളുടെ കാലിനും നല്ലതാണ്. അതുപോലത്തെ ഒരു ഡിസൈനാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങാം. എനിക്കൊന്നൊരു 2000 സംതിങ് തൊട്ടാണ് സ്റ്റാർട്ടിങ്, തൊട്ട് 3300 വരെയാണ് ഏറ്റവും എക്സ്പെൻസീവ്. എന്തായാലും ഈ കളർ വേദന കൊള്ളാം. വൈറ്റ് ഉണ്ട്, വൈറ്റും നല്ല രസമുണ്ട്. സോ ഷേപ്പ് ഭയങ്കര യുണീക്കാണ്, ബട്ട് നല്ല ഗ്രിപ്പുണ്ട്, ബ്രീത്തബിൾ ആണ്. എന്തായാലും വേദന ഓർഡർ എടുത്തു നോക്കാം. ഇത് നമുക്ക് റഫ് ആൻഡ് ടഫ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മൾ പോകുന്ന കുറച്ച് സമ്മർ ഡെസ്റ്റിനേഷനിലൊക്കെ അവന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷൂസാണ് തോന്നുന്നത്. കണ്ട ഈ ഷൂസ് നമുക്ക് 2 സൈസ് വരെ വലുതാവും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റുമേ, ഇത് വലുതാവുന്നത്, എക്സ്പാൻഡ് ആവും. കണ്ട ഫ്രണ്ട് ഭാഗത്ത് ഇത് കാല് വലുതോറും ഇത് എക്സ്പാൻഡ് ആവും. സോ നമുക്ക് ഒരു ഷൂ വാങ്ങിയ ഏകദേശം ഒരു 2 years ഒക്കെ കുട്ടികളുടെ കാല് വലുതാവുന്നതനുസരിച്ച് ഇത് ചെയ്യാം. ഇത് ഒറ്റ ഒരെണ്ണം വാങ്ങിയാൽ മതി. കുളിക്കണം, പിന്നെ കളിച്ചേട്ടാ വന്നതല്ലേ, കുറച്ചു നേരം ഇന്നോട്ട് കളിക്കുക. ഇവരിപ്പോൾ പോവും. കണ്ട ബാ പോയി കുളിക്കാം, ബാന്ന്. ആ സമാധാനായ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് വെളിയിൽ പോണ്ടി വന്നേ. മിക്കവാറും ഞാൻ വരുമ്പോഴേക്കും നിരഞ്ജനയും ചേച്ചി എല്ലാവരും പോവായിരിക്കും. എന്തേ എവിടെ സിസ്റ്ററൊക്കെ പോയാ? അയ്യോ, അപ്പയ്ക്ക് ബായ് പറയാൻ പറ്റിയില്ല. കരഞ്ഞ? നോക്കട്ടെ കുറച്ച് കരഞ്ഞ്, കുറച്ച് ഷേഡായി. കുഴപ്പമില്ല കേട്ടാ, പിന്നെയും വരും. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, പിന്നെ വേണ്ടാന്ന്. ഗൈസ്, സോ ഇത് ആക്ച്വലി നെക്സ്റ്റ് ഡേ എടുക്കുന്നതാണ്. ഇതൊരു സ്പെഷ്യൽ മൂമെന്റ് ആയതുകൊണ്ട് ഇതും കൂടെ കാണിക്കാൻ വിചാരിച്ചു. ചേച്ചിയൊക്കെ ഞാൻ വരുമ്പോഴേക്കും പോയി. ഇന്ന് ഞാൻ റെഡി ആയിരിക്കുന്നത് വേദുവിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഫംഗ്ഷനാണ്. സോ എനിക്ക് തോന്നുന്നു നിങ്ങളെ ഇന്ന് മുമ്പ് അവൻ ഫസ്റ്റ് LKG ഡാൻസ് ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ട്. സോ ഇന്ന് വേദുവിൻ്റെ ഒരു ചെറിയ പെർഫോമൻസും ഉണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ട് അങ്ങോട്ട് പോകുമായിരിക്കും. വേദു ചേച്ചിയൊക്കെ ഇന്നലെ പോയി, സൺഡേ പോയി, ഇന്ന് മൺഡേ ആണ് ഇത് വരുന്നത്. സോ അവൻ കുറച്ച് അപ്സെറ്റ് ആണ്, പക്ഷേ പ്രാക്ടീസ് അതൊക്കെ ഉള്ളതുകൊണ്ട് ഹോപ്പ്ഫുള്ളി വിൽ ബി ഓക്കെ. സോ അവൻ്റെ ഈ ചെറിയൊരു ആനുവൽ ഡേ ഫംഗ്ഷനും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഒരു ഹാപ്പി വ്ളോഗ് അവസാനിപ്പിക്കാം. എന്തേ അവൻ്റെ ഡാൻസ് കണ്ടേ? എന്തൊക്കെ കാണിക്കുന്ന ആർക്കറിയാം. ഒന്നും പ്രാക്ടീസും ചെയ്തിട്ടുള്ള ഒന്നുമില്ല. പിന്നെ സ്കൂളിന്റെ ഒരു ധൈര്യത്തിലാണ് വിടുന്നത്. കളിച്ചോളൂ. ആ വേദുവിന് റെഡാ കോസ്റ്റ്യൂം, അതനുസരിച്ചിട്ടാണോ? അവന് റെഡാ. എന്ത് വൈബ് അല്ലേ?
ഫംഗ്ഷൻ 5 മണിക്കാണ്. നമ്മൾ 4:30 എത്തണം. കുറച്ച് 5:15 5:30ക്കാണ് ഫംഗ്ഷൻ. എന്തായാലും ഈ ക്യാമ്പസിൽ എപ്പോൾ വരുമ്പോഴും മനസ്സിലൊരു ആഗ്രഹം തോന്നും, ഇവിടെ പഠിക്കാൻ പറ്റിയായിരുന്നെങ്കിലും ഒന്ന്. ഇത്രയും കിട്ടിലൊരു ക്യാമ്പസാണ്. ക്ലീൻ, സ്പേഷ്യസ്, ഭയങ്കര ഗ്രീനറി, നല്ല ഗ്രൗണ്ട്സ്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ. ആർക്കാണെങ്കിലും തോന്നിപ്പോ ഇവിടെ ഒന്നൊന്ന് പഠിക്കണം എന്ന്. അതുപോലെ ഇതേ ക്യൂട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചക്കയൊക്കെ പഴുത്ത് കിടക്കുന്നല്ലോ. ക്യൂട്ട് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഒരു കാമിങ് ആംബിയൻസാണ്. എനിക്കൊന്ന് അങ്ങനത്തെ വല്ല ഡാൻസും പരിപാടിയായിരിക്കും. ഞങ്ങൾ കയറി വരുമ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ അവർ ലൈനായിട്ട് പിള്ളേർ ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്നു. അപ്പോൾ ഞാൻ വേദിൻ്റെ ടീച്ചറെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു വേദുണ്ടോ? പാണ്ടെന്നു. ഞാൻ വെയിറ്റ് ചെയ്ത് വേദന ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കാണാൻ. അപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് എന്നെ കാണുമ്പോൾ ചമ്മല്, അവൻ റൂഷൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞു മര്യാദക്കെല്ലാം ഡയലോഗൊക്കെ പറഞ്ഞാണല്ലോ, നന്നായിട്ട് നമ്മൾ എന്തെങ്കിലും നോക്കരുത് എന്നൊക്കെ. മോൻ, നമ്മുടെ മോൻ. ആദ്യം തന്നെ ഇവരുടെ സ്റ്റേജിൻ്റെ ഈ ലൈറ്റിങ്ങും ഇഫക്ട്സിനെ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയിട്ട്. ശരിക്കും ഒരു പ്രൊഫഷണൽ ഡ്രാമ അല്ലെങ്കിൽ ഈ ഒരു മ്യൂസിക്കലൊക്കെ നടക്കുന്ന പോലത്തെ ഒരു സ്റ്റേജ്. അതുപോലെ തന്നെ ഈ ബാക്കിലത്തെ ഈ ഒരു സ്ക്രീനും കൂടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു ശരിക്കും ഒരു പ്രൊഫഷണൽ പ്രൊഡക്ഷൻ വാല്യൂ ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ വൈസ് പ്രിൻസിപ്പലിൻ്റെ ഒക്കെ ഒരു വെൽക്കം സ്പീച്ച് ഉണ്ടായിരുന്നു. ആൻഡ് ആക്ച്വലി കുറച്ച് അധികം വെൽക്കം സ്പീച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്ന് ഷോർട്ടാക്കി റെക്കോർഡ് ചെയ്തേ ഉള്ളൂ. ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിലുള്ള ഡയലോഗ്സും അല്ലെങ്കിൽ കുട്ടികൾ പാടുന്നൊക്കെ ലൈവാണ്, ബാക്കിൽ മ്യൂസിക് വെച്ചിട്ടല്ല, അല്ലെങ്കിൽ ട്രാക്ക് വെച്ചിട്ടല്ല. ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ്. ആ സ്ക്രീൻ തന്നെ കാണും, എന്തൊരു ഭംഗിയാന്ന് നോക്ക്. ടാങ്കിൾ എന്ന് പറഞ്ഞ സിനിമയിൽ അല്ലെങ്കിൽ കോമിക് ബുക്കിലും ബേസ് ചെയ്താണ് ഇത്. ആൻഡ് ലുക്ക് അറ്റ് സോ ബ്യൂട്ടിഫുൾ. ശരിക്കും നമുക്കിതൊരു കുട്ടികൾ ചെയ്യുന്ന പ്ലേ ആണെന്ന് തോന്നില്ല കേട്ടോ. എസ്പെഷ്യലി ഇൻ ദ പ്രൊഡക്ഷൻ വാല്യൂ, പ്രൊഡക്ഷൻ ഡിസൈൻ, മ്യൂസിക്, ടീച്ചേഴ്സിനും സ്റ്റാഫിനുമാണ് ഫസ്റ്റ് ഒരു ഹൈലൈറ്റ് സല്യൂട്ട് കൊടുക്കേണ്ടത്. ആൻഡ് ദെൻ ദിസ് ഇഫക്ട്സ് കറക്റ്റ് ടൈമിങ്ങിന് കുട്ടികൾ ചെയ്തു. എത്ര കുട്ടികളാണെന്നറിയാം ഈ ഒരു ഇവൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? ഏകദേശം 128 സ്റ്റുഡൻസ്, ഫുൾ ഫസ്റ്റ് ഗ്രേഡിൻ്റെ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. എല്ലാ കുട്ടികളും ഡയലോഗ് ബൈ ഹാർട്ട് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ പാട്ടും വരും, അതും ഇവർ ബൈ ഹാർട്ട് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ കോസ്റ്റ്യൂംസ്, ആ കോസ്റ്റ്യൂമിൻ്റെ ഡീറ്റെയിലും കണ്ട. ബാക്കിൽ നിൽക്കുന്ന കുട്ടി മിററാണ്, പിന്നെ ഒരു കുട്ടി നറേഷൻ, അതുപോലെ തന്നെ ഏഞ്ചൽസ്, അങ്ങനെ റപ്പുൻസെല്ലുണ്ട് സൈഡിൽ. സോ ഇറ്റ്സ് ആക്ച്വലി ബ്യൂട്ടിഫുൾ ഫെയറി ടെയിലാണ് അവരിവിടെ പറയുന്നത്. അതിൻ്റെ കൂടെ കുട്ടികളുടെ ആക്ടിങ് ആണെങ്കിലും ആ ബാക്കിലുള്ള കെമിലിയനുള്ള കുട്ടി ഉണ്ടല്ലോ, ഷി വാസ് വെരി ഗുഡ്. ഫണ്ണി ആയിരുന്നു, ടൈമിങ് അടിപൊളിയായിരുന്നു. ഇത് ഏകദേശം എനിക്കൊന്ന് 2-2.5 മണിക്കൂറുണ്ടായിരുന്നു ഈ ഒരു ഷോ. പക്ഷെ പോയ ടൈമേ നമ്മൾ അറിഞ്ഞില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ പാട്ട് വരും, ഫുൾ ടൈം ഡയലോഗ്സ് മാത്രമല്ല, ഇടയ്ക്ക് പാട്ട് വരും. അറ്റത്തേക്കുന്ന കുട്ടിയുണ്ട്, അത് ചൂലാണ്, ബ്രൂമാണത്. സോ ഇറ്റ് വാസ് ആക്ച്വലി ക്വൈറ്റ് എൻ്റർടൈനിങ്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഷോ നമ്മൾ പൈസ കൊടുത്ത് വെച്ചാൽ തന്നെ പോയി കാണാൻ പറ്റും. ആൻഡ് ഓൾ ദി കിഡ്സ്, എല്ലാ കുട്ടികളും ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ 1 മാസത്തെയെങ്കിലും പ്രാക്ടീസിൽ അത് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ കുതിരയും അതുപോലെ തന്നെ കഥാനായകനും വന്നിട്ടുണ്ട്. ഐ തിങ്ക് സോ ഇത് പ്രിൻസ് ആണെന്ന് തോന്നുന്നു, റപ്പുൻസെലിൻ്റെ. ഓരോ സീനനുസരിച്ച് അതുപോലെ തന്നെ ആ ബാക്ക് ലൈറ്റും മാറുക. അതെ, കുറച്ച് അഡ്വഞ്ചറും റിസ്ക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുട്ടികളൊക്കെ. കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു. ഡയലോഗ്സ്, ഇതാണ് ഞാൻ ഷോക്ക്ഡ് ആയിട്ട്. എസ്പെഷ്യലി ഇതിൻ്റെ ലീഡ് ക്യാരക്ടേഴ്സും ആ കെമിലിയനൊക്കെ ആയിട്ടുള്ള കുട്ടികളുടെയൊക്കെ ഡയലോഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ആലോചിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. നമ്മുടെ ആൾ വരുന്നുണ്ട്, വേദു വരുന്നുണ്ട്. വേദു ഒരു സോൾജറാണ്. വേദുവിൻ്റെ ഇടയിൽ അതേ വേദു നമ്മളെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതാണ് മുഖത്ത് ചെറിയൊരു ചിരിയൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ സോൾജറായി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണല്ലോ. നമ്മളോട് വീട്ടിൽ വന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ അമേരിക്കനെ പോലത്തെ ഒരു സോൾജറാണ്. അപ്പോൾ അതുകൊണ്ട് വേദുവിന് ഭയങ്കര ആക്ഷൻ എക്സ്പ്രഷനൊക്കെയാണ്. നോക്ക് ആ സ്റ്റൈലൊക്കെ നോക്ക്. ഇടയ്ക്ക് കുറച്ച് ചിരിയൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഡയലോഗൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഡാൻസൊക്കെ പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു, അതുണ്ടോ ഇല്ലയൊന്നും അറിയില്ല. ഇനി കുതിര അതുപോലെ മണ്ണൊക്കെ തെറിപ്പിക്കുവാണ്. അപ്പോൾ മണ്ണൊക്കെ ഇവരുടെ മുഖത്ത് പോകുന്നു. ഇത് ആക്ച്വലി കുറേ ഉണ്ട് കേട്ടോ ലെങ്ത്ത്. ഞാൻ ജസ്റ്റ് കുറച്ചേ കാണിക്കുന്നുള്ളൂ. മണ്ണൊക്കെ വേദുവിൻ്റെ തലയിപ്പോൾ എന്തൊരു അഭിനയം നോക്ക്. എൻ്റെ അടുത്ത് ഇഫക്ട്സ് ഉണ്ട് ആ ബാക്കിലത്തെ ആ സ്ക്രീനിൽ. ഇഫക്ട്സ് തന്നെയാണ് ശരിക്കും ഏറ്റവും വലിയൊരു ഇതിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഒരു പ്രൊഫഷണൽ വേദുവിൻ്റെ ഡയലോഗ്സ്.
പോയി ഡയലോഗ് പറഞ്ഞിട്ട് പോയി. ഈ കുട്ടിയാണ് പാട്ട് കുറേ പാടിയത്, ഭയങ്കര നന്നായി പാടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും അവരവരുടെ പാർട്സ് കറക്റ്റ് ചെയ്തു. എനിക്കൊന്നും ചെറിയ ചെറിയ അൺനോട്ടീസബിൾ മിസ്റ്റേക്സ് മാത്രമേ ഉള്ളായിരുന്നു. ആൻഡ് ഇത് ഇപ്പം ടാങ്കിളിൻ്റെ ഒരു പോർഷനാണ് നമ്മുടെ റപ്പുൻസലിനെ വെളിയിലേക്ക് കൊണ്ടുവന്നത്, ഈ കാസലിൻ്റെ വെളിയിലേക്ക് കൊണ്ടുവന്നത്. സോ അത് 2 മണിക്കൂർ, സിനിമ 2 മണിക്കൂറാണെങ്കിൽ ഇതൊരു 2 മണിക്കൂർ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ ഡാൻസസും വരും. സോ ഇറ്റ് വാസ് വെരി ലൈവ്ലി. വെറുതെ ഒരു ഡയലോഗോ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രാമ മാത്രമല്ല, ഒരു മ്യൂസിക്കൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ടീച്ചേഴ്സിൻ്റെ എഫേർട്ട്, ഇത്രയും കോസ്റ്റ്യൂംസ്, പാരൻസ് ഒരു രീതിയിൽ അവർ ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ. കംപ്ലീറ്റ് ഇത് ടീച്ചേഴ്സും സ്റ്റാഫുകളുടെയാണ്. ഇത് മറ്റേ ഈവിൾ മദറാണ്. എക്സ്പ്രഷനൊക്കെ നോക്ക് ഇവരുടെ. ഇനിയിപ്പം പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അല്ലാതെ എങ്ങനെ കുട്ടികൾ ഇത്രയും നേരം ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതിന് തന്നെ ഇറ്റ്സ് എ ബിഗ് സ്കിൽ. നമ്മളൊക്കെ ഒരു പേജ് ഡയലോഗ് പറയാൻ തന്നെ പാടുപെടുമ്പോൾ ഇവർ 2 മണിക്കൂറാണ് ഡയലോഗ് പറയണേ. ഇത് ഫെയറി ഗോഡ് മദർ, വേദുവിൻ്റെ ഫ്രണ്ടാണ്. ഇത് മറ്റേ ടാങ്കിളിലെ പ്രിൻസസിൻ്റെ ഫെയറി ഗോഡ് മദറായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നത്. അങ്ങനെ അതുപോലെ തന്നെ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ടൈപ്പ് ഡാൻസ് അല്ല. ഇതിനു മുമ്പ് നമ്മൾ ടാങ്കോ കണ്ടു, അതിന് ഏഞ്ചൽ ഡാൻസ് കണ്ടു, ഇതിപ്പോൾ ഒരു ഡിസ്കോ സ്റ്റെപ്സ്, അങ്ങനെ പല രീതിയിലുള്ള ഡാൻസസ് ആണ് ചെയ്യുന്നത്. ആക്ച്വലി ചില കുട്ടികൾക്കൊന്നും പാർട്ട്നേഴ്സ് ഇല്ലായിരുന്നു. എന്നിട്ടെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അവർ വന്നില്ല. എന്നിട്ടും അവർ തെറ്റിക്കാതെയും ഡീമോട്ടിവേറ്റഡ് ആവാതെ ഒക്കെ ചെയ്തു. ഇത് വേറെ ബേർഡ്സിൻ്റെ ഡാൻസ്. ആൻഡ് ഇറ്റ് വാസ് സോ കളർഫുൾ. ഇത്രയും നമുക്ക് ഇഫക്റ്റ് കിട്ടുന്നത് ഇവരുടെ കോസ്റ്റ്യൂംസിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. ആൻഡ് എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും ഒരുപാട് ടീച്ചേഴ്സൊന്നും ഇല്ല, ഒരു 4-5 പേരാണ് ഇത് മൊത്തം മാനേജ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഏത് വന്നിട്ടുണ്ട്. ഇതെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അനങ്ങാതെ നിൽക്കുന്നുണ്ട് അവിടെ. കണ്ട ഇടയ്ക്ക് നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ, ഒട്ടക്കന്നിട്ട്. എനിക്കൊന്ന് ഇപ്പോഴായിരിക്കും ഡാൻസ് വരുന്നത്. എന്തായാലും സാർ ഒറ്റയ്ക്ക് നിന്ന് ഡാൻസ് കളിച്ചല്ലോ, ഡയലോഗും പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പ്രാക്ടീസൊന്നും ചെയ്യിപ്പിച്ചില്ല കേട്ടാ. ഓ ഇത് അടുത്തത് എനിക്ക് തോന്നുന്നത് മറ്റേ പപ്പാണ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പഴയ ട്രാവലിനൊക്കെ പോലത്തെ ഡാൻസ്, കുട്ടികളുടെ എനർജി, എല്ലാ കുട്ടികളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കിട്ടുമ്പോൾ കുട്ടികളുടെ എക്സ്പോഷർ ആലോചിച്ചൊക്കെ, കോൺഫിഡൻസ് ഒക്കെ. ഓ ഇത് എനിക്കൊന്നും ലാസ്റ്റൊക്കെ ആവാറായി. ലാൻറ്റേൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഡാൻസാണ്. പ്രോപ്സ് ആണെങ്കിലും എവറിത്തിങ്, കുട്ടികളുടെ ഹെഡ് ബാൻഡ്സ്, ഡീറ്റെയിലിങ്ങിലാണ് എനിക്ക് തോന്നുന്നു ഇവർ സ്കോർ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. ഒരു പാരൻറ്റോ അല്ലെങ്കിൽ ഒരാൾ പോലും എഴുന്നേറ്റ് പോയില്ല കേട്ടോ, അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇത് കുട്ടികളുടെ ടാലൻറ്റ്സ് നോക്കി, അതുപോലെ സ്കേറ്റ് ബോർഡ്, റോളർ സ്കേറ്റിംഗ് അതൊക്കെ ആഡ് ചെയ്തായിരുന്നു. സോ ദാറ്റ് കുറച്ചും കൂടെ ഒരു കളർഫുള്ളും ഒരു എനർജിയും കൊണ്ടുവരാനായിട്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇത് ലാസ്റ്റ് ഇതുവരെ ഇതെല്ലാം ഞാൻ പറയുകയാണ് ലൈവായിട്ടാണ് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് ലാസ്റ്റ് ഈ കുട്ടികളെ പാട്ട് പാടിയിട്ടാണ് ക്രെഡിറ്റ് സീൻ, ക്രെഡിറ്റ് സീൻ എന്നൊക്കെ പറയില്ലേ, പാട്ട് പാടിക്കൊണ്ടാണ് ബാക്കിയുള്ള കുട്ടികളെ എല്ലാവരെയും തിരിച്ച് സ്റ്റേജിൽ കൊണ്ടുവന്നത്. സോ ദീസ് കിഡ്സ് ഡിസേർവ് എ സ്പെഷ്യൽ അപ്ലോസ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലത്തെ ഒരു ഷോ കുട്ടികളെ വെച്ചിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഇവർ പാടിക്കൊണ്ടാണ് എല്ലാ കുട്ടികളെയും എല്ലാവരെയും വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബായ് പറയുന്നത്. ഇറ്റ് വാസ് സച്ച് എ മെമ്മറബിൾ അമേസിങ് ഈവനിങ്. വേദുവും ഫുൾ ഗ്യാങ്ങും വന്നു. എനിക്കൊന്ന് ആ 128 or 138 അത്രയും കുട്ടികൾ സ്റ്റേജിൽ വരും. വേദുവിനെ നോക്ക്, ഫുൾ എത്രയും നേരം അവർ പാടിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ കുട്ടികൾ. ഡയലോഗ്സ് പറഞ്ഞതൊക്കെ ലൈവാണ്, അത് വീണ്ടും എടുത്ത് പറയുക. ആൻഡ് ഫൈനലി ഇതായിരുന്നു ഫുൾ ക്രൗഡ്
സ്റ്റേജ് നിറഞ്ഞു നിന്നു. ടീച്ചേഴ്സിനും ഇവൻറ്റ് കോർഡിനേറ്റേഴ്സിനും ബിഗ് 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 സല്യൂട്ട്. ഒരാളെ പോലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. എൻഡിൽ സ്കൂൾ ഡയറക്ടറും ഇങ്ങനത്തെ വലിയ വലിയ മാനേജ്മെൻറ്റിലെ ആൾക്കാർ വരെ ഇത് വന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഇതിന് കൊടുക്കുന്ന ഒരു വാല്യൂ നമുക്ക് ശരിക്കും മനസ്സിലാവും. സോ ഇറ്റ് വാസ് എൻ അമേസിങ് ഈവനിങ്, അത്രേ പറയുള്ളൂ. ഇതൊന്നുമല്ലാതെ BTS വീഡിയോ വരെ എടുത്തിട്ടുണ്ട്. സോ ദാറ്റ് കുട്ടികൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ക്ലാസ്സിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമല്ലോ. പാരൻസ് അവിടെ പോയി ക്രൗഡ് ചെയ്യാതിരിക്കാനും ബോറടിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഫുൾ BTS. ഇത് ഏകദേശം ഒരു 3-4 മിനിറ്റ് ഉണ്ടായിരുന്നു. സോ എത്ര വെൽ പ്ലാൻഡ് ആയിട്ടാണ് അവർ ആ ഇവൻറ്റ് നടത്തിയിരിക്കുന്നത്. ഓ എന്തായിരുന്നു ഇത്, നോക്കട്ടെ മുഖം നോക്കട്ടെ, മേക്കപ്പ് ഒക്കെ ഇട്ട് സൂപ്പറായിരുന്നു കേട്ടാ. എല്ലാരും സൂപ്പറായിരുന്നു അല്ലേ? എന്തായിരുന്നു 2 മണിക്കൂർ പോയായിരുന്നില്ല. ഡയലോഗ്സ് ടീച്ചേഴ്സാ ടീച്ചേഴ്സിനെ ഞാൻ ഹാറ്റ്സ് ഓഫ്. എല്ലാ ടീച്ചേഴ്സും സൂപ്പറായിരുന്നു. വെരി ഹാർഡ് വർക്കിംഗ്. നൈസ് കേട്ടോ. ഇത് ഫുൾ സ്കൂൾ വാസ് നൈസ്. എല്ലാ വർഷം എപ്പോഴും ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ.